പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത് നമ്മൾക്കിടയിൽ അൻഅനത്തി എന്നൊരു ചിന്തയിലേക്ക് എത്തുമ്പോഴാ. അതില്ലാത്ത നിലക്ക് എൻ്റെ ആദർശം ഈ ജനങ്ങളുടെയും ആദർശമായി മാറണം എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിയ്യത്തോടുകൂടി നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഓരോ ഉത്തരവാദിത്വവും നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. നാളെ പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് കടക്കുമ്പോൾ 10,000 മയ്യത്ത് നിസ്കരിക്കാൻ നമ്മളെ പള്ളി മഹലിൽ എത്തലല്ല പുണ്യം, മറിച്ച് കിടക്കുന്ന മയ്യത്തിനെ നോക്കി ഒരാളെങ്കിലും പറയണം, അയാൾ കാരണമാണ് റബ്ബേ എനിക്ക് ഹിദായത്ത് കിട്ടിയത്, എനിക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയത് എന്ന്. അങ്ങനെ ഒരാൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മളെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ പോലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതെന്റെയും നിങ്ങളുടെയും അനന്തര സ്വത്താ. ഖബറിലേക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് ആയ കാലങ്ങൾ അത്രയും പ്രവാസ ലോകത്ത് എത്രയേറെ സമ്പാദിച്ചിട്ടും ആ സമ്പാദിച്ച സമ്പത്തുകൾ മുഴുവനും മക്കൾക്കുള്ള അനന്തര സ്വത്താ. എനിക്കും നിങ്ങൾക്കുമുള്ള അനന്തര സ്വത്ത് നമ്മൾ മരിച്ച് മണ്ണ് കിടക്കുമ്പം നമ്മളെ ഓർത്ത് വെളിച്ചം കിട്ടിയവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥന, ഒരു തേട്ടം, ആ മനുഷ്യനെ കൊണ്ടാണ് റബ്ബേ എനിക്ക് വെളിച്ചം കിട്ടിയത് എന്ന ഒരു ഹൃദയത്തിന്റെ ഒരു ചിന്ത മതി മനുഷ്യരെ നമ്മളെ ഖബർ വിശാലമാവാൻ. ആ തിരിച്ചറിവോടുകൂടി സജീവമായി പ്രവർത്തന രംഗത്തിടപെടാനും നാഥന്റെ അരികിലേക്ക് മടങ്ങുമ്പം വെളിച്ചത്തിന്റെ വാഹകന്മാരാവാനും വെളിച്ചം എത്തിച്ചു കൊടുത്തവരാവാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള മഹാ അനുഗ്രഹമായ ഹിദായത്ത്, ആ സന്മാർഗം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരെയാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. അങ്ങനെയുള്ള ദഅവത്ത് രംഗത്തും പ്രവർത്തന രംഗത്തും നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ഓരോ പദവികളാണ്. ഒരുപക്ഷെ നമ്മൾ പ്രസിഡന്റ് ആവാം, സെക്രട്ടറി ആവാം, ട്രഷറർ ആവാം, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തക സമിതി അംഗമാവാം, അതല്ലെങ്കിൽ നമ്മൾ ആ കൂട്ടായ്മയുടെ ഭാഗമാകാം. ഇങ്ങനെയൊക്കെ ഏൽപ്പിക്കപ്പെടുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പദവികളും സ്ഥാനങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. ഇന്ന് സ്വതവേ പദവികളും സ്ഥാനങ്ങളും കിട്ടാൻ എളുപ്പവും മാർഗങ്ങളുമുണ്ട്. ചില ആളുകൾ പറയുന്നത് പോലെ പദവികളും സ്ഥാനങ്ങളും കിട്ടണമെങ്കിൽ കുറച്ച് അഭിനയിച്ചാൽ മതി. ഞാനൊരു നല്ല മുത്തക്കിയാണ്, സ്വയം വലിയവനാണ്, ഞാൻ നല്ല തഖ്വയുള്ളവനാണെന്ന് സ്വയം ജനങ്ങൾക്കിടയിൽ വേഷം കെട്ടിയാൽ പദവി കിട്ടും, സ്ഥാനം കിട്ടും. അതല്ലെങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പണവും തറവാടും ജനങ്ങൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നിലക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സും സാമ്പത്തിക ബലവും ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് താനെ പദവിയും സ്ഥാനവും വന്നു ചേരും, ആളുകൾ ഏൽപ്പിച്ചു കൊടുക്കും. മൂന്നാമത്തൊരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം കുതന്ത്രത്തിലൂടെയും കുതന്ത്ര ചിന്തകളിലൂടെയും സ്ഥാനങ്ങളും പദവികളും നേടിയെടുക്കുകയും ചെയ്യും. ഏതൊക്കെ അർത്ഥത്തിലാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന പദവി ഈ 3 കാര്യങ്ങളിൽ, ഈ 3 രീതിയിൽ ഒരു അർത്ഥത്തിലായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പദവികളും സ്ഥാനങ്ങളും ലഭിക്കുക. ഹലാലായ നിലക്ക് ആളുകളുടെ തൃപ്തിയോടുകൂടി ഏൽപ്പിക്കപ്പെട്ട പദവിയാണെങ്കിൽ ആ പദവി പോലും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. മദീന പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൽ ഇമാറ, എന്താണ് പദവി? എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന ഈ പ്രവർത്തകന്മാരിൽ പലരും പദവികളുള്ളവരാ. എൻ്റെ സഹോദരിമാര് പലപ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഒരുപക്ഷെ ദഅവത്ത് രംഗത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ സാമൂഹ്യക്ഷേമമുണ്ടാകാം, ദഅവത്ത് രംഗമുണ്ടാകാം, റമദാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവാം, സക്കാത്ത് ഉണ്ടാവാം, വളണ്ടിയർമാരുണ്ടാവാം, എന്തുമാവട്ടെ. മൽ ഇമാറ, എന്താണ് പദവി? ആരോ 4 ആൾ വിളിച്ച് ഏൽപ്പിച്ചപ്പം ഞാനങ്ങ് നിന്നു, എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പം ഞാനങ്ങ് നിന്നു
എല്ലാവരുടെയും എനിക്കതൊന്ന് രസമായിട്ട് തോന്നി എന്നൊക്കെ ഇവിടെ നമുക്ക് ന്യായീകരിക്കാനും നമ്മളെ രക്ഷപ്പെടുത്താനും സാധിക്കുമെങ്കിലും, അതല്ലെങ്കിൽ ആളുകൾക്ക് മുൻപിൽ അത്യാവശ്യം വേഷം കെട്ടാൻ ആ പദവി നമുക്ക് ഉപയോഗപ്പെടുമെങ്കിലും, സഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ പറ, അല്ലാഹു വറസൂലുഹു അഅലം, എന്താ പദവി, എന്താ ഇമാറത്ത്? തിരുദൂതൻ സങ്കടത്തോടെ പറഞ്ഞു, അവ്വലുഹ മലാമത്തുൻ, ഒന്നാമതായി അതൊരു കുറ്റപ്പെടുത്തലാണ്. മറ്റൊരു ഭാഗത്ത് ഈ ഹദീസിന്റെ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും, ഒന്നാമതായി അതൊരു ലജ്ജയാണ്, നാണക്കേടാണ്. നാളെ റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ കുറ്റപ്പെടുത്തപ്പെടാനുള്ളൊരവസരം, റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ നാണം കെടാനുള്ളൊരവസരം. അല്ലാണ്ട് പദവി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമൊന്നും കരുതണ്ട. ഏതെങ്കിലും ഒരു രംഗത്ത് പടച്ചോൻ എന്തെങ്കിലും ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അതേത് രംഗത്തെ ചെറുതാവട്ടെ വലുതാവട്ടെ, പടച്ചോനെ ഈ ചെറിയ ഭാഗമാണെങ്കിൽ പോലും അതൊരിക്കലും എനിക്കൊരു കുറ്റപ്പെടുത്തേണ്ട അവസരമായി മാറരുത്. നാളെ റബ്ബെന്നെ കുറ്റപ്പെടുത്തുന്ന ഒരവസരമാകരുത്. ഒരിക്കലും ഞാനൊരു കുറ്റക്കാരനാവരുത് എന്ന നിയ്യത്തോടെ ആ പദവിയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അല്ലെങ്കിൽ അവലുഹ മലാമത്തുൻ, നിങ്ങൾക്കതൊരു നാണക്കേടായി മാറും. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട നിങ്ങളെ പദവി നിങ്ങൾക്ക് വലിയ നാണക്കേടായിട്ട് വരും. വസാനിഹ, രണ്ടാമതായി നിദാമത്തുൻ, അതൊരു ഖേദമാണ്. മനുഷ്യരെ, കിട്ടിയ നിങ്ങളുടെ സ്ഥാനം കൊണ്ട് ദുനിയാവിൽ ചിലപ്പോൾ നിങ്ങൾ നെഞ്ചുവിരിച്ചേക്കാം, നിങ്ങൾ അഹങ്കരിച്ചേക്കാം. ആളുകൾക്ക് മുൻപിൽ നിങ്ങൾ വലിയ സ്ഥാനം കിട്ടിയവനെ പോലെ നിങ്ങൾ വലിയ ഭംഗിയിൽ നടന്നേക്കാം. പക്ഷേ വസാനിഹ നിദാമത്തുൻ, നിങ്ങൾക്കൊരു ഖേദമായിരിക്കും അത്. ആ സ്ഥാനം കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കുന്ന ഒരവസരം വരും. സ്ഥാനം ലഭിച്ചതിന്റെ പേരിൽ നിങ്ങൾ പൊട്ടിക്കരയുന്ന ഒരു നിമിഷം വരും. ആ സ്ഥാനം വേണ്ടായിരുന്നു റബ്ബേ എന്ന് കരയുന്നൊരു നിമിഷം വരും. അതുകൊണ്ടാ ഉമർ ഇബ്നുൽ ഖത്താബിനെ ഖലീഫയായി തെരഞ്ഞെടുക്കാൻ വേണ്ടി സഹാബത്ത് ഒരുമിച്ച് കൂടി എല്ലാവരും ഐക്യകണ്ഠേന പാസാക്കിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് വന്ന് സഹാബത്തിന് മുൻപിൽ നിന്ന് പറഞ്ഞു, ഈ മദീനയിലെ മണൽത്തരികൾ വാരിത്തുന്നണമെന്ന് പറഞ്ഞാൽ ഞാൻ വാരിത്തുന്നും, പക്ഷെ എനിക്ക് അധികാരം വേണ്ട, എന്നെ സ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ഗവർണറാക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിച്ചപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമറേ, ഈ തപ്പനയുടെ പച്ച ഓല തിന്നിട്ടാണെങ്കിലും ഞാൻ ജീവിച്ചോളാം, എനിക്ക് കൂഫയിലെ ഗവർണറാവണ്ട. വസാനിഹ നിദാമത്തിൻ, പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും കിട്ടിയ പദവി അതൊരു ഖേദമാണോ എന്ന് നാളെ പടച്ചോന്റെ അടുത്തെത്തുമ്പോഴേ അറിയൂ. അത് ഖേദമാകുന്നത് നമ്മളുടെ നിരുത്സാഹത കൊണ്ടും ഉത്തരവാദിത്തം പൂർത്തീകരിക്കാത്തത് കൊണ്ടാ. വസാലിസഹ, മൂന്നാമതായി അധികാരം പദവി എന്ന് പറഞ്ഞാൽ അദാബും മിനല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പടച്ചോന് നമ്മളെ എളുപ്പത്തിൽ ശിക്ഷിക്കാനുള്ളൊരു കാരണം കൂടിയാ. ഖിയാമത്ത് നാളിൽ പടച്ചോൻ ഏറ്റവും എളുപ്പം ശിക്ഷിക്കാൻ, അദാബ് നൽകാനുള്ള ഒരു കാരണം കൂടിയാണ് നമ്മളെ പദവി. ഒരു പദവി ലഭിച്ചവനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, മറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള പദവി കൊണ്ട് എത്രത്തോളം ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചം എത്തിക്കാൻ നമുക്ക് പണിയെടുക്കാൻ സാധിച്ചു എന്ന് ചിന്തിക്കണം. ഓരോ അവസരങ്ങളും സാധ്യമാകുന്ന നിലക്ക് നമുക്ക് ഉപയോഗപ്പെടുത്തണം. എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയും മൈലുകൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നു. സംഘാടകരാകാൻ, പ്രവർത്തകന്മാരാവാൻ, കൂട്ടായ്മയാവാൻ, ലഘുലേഖകൾ വിതരണം ചെയ്യാൻ, അള്ളാന്റെ ദീന് കേൾക്കാൻ വരുന്നവർക്ക് സേവനം ചെയ്യാൻ, ത്യാഗം ചെയ്തും നൊമ്പരപ്പെട്ടും പലരും ചേർന്ന് നിന്നതിൻ്റെ ഇന്നത്തെ വിജയമാ. വിരളിലെണ്ണാവുന്നവരെ കൊണ്ട് ഐക്യസംഘമായി ഏറിയാട്ട് തുടങ്ങി ഇന്ന് വിരളിലും കാൽക്കുലേറ്ററിലും കമ്പ്യൂട്ടറിലും കൂട്ടാൻ കിട്ടാത്തത്ര ബാഹുല്യത്തിലേക്ക് ഈ ആദർശ പ്രസ്ഥാനം വളർന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടായ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം നിർവഹിക്കുന്ന മനോഭാവത്തോടുകൂടി ഓരോരുത്തരും പ്രവർത്തിച്ചത് കൊണ്ടാ, അതേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ പോലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതെങ്കിൽ എൻ്റെ നിസ്സഹകരണമോ ഞാൻ മാറി നിൽക്കലുകളോ എൻ്റെ ഒരു മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മാനസിക അകലമോ ഒരു കൂട്ടായ്മയെ തകർക്കുകയോ ഒരു ആദർശത്തിൽ വെള്ളലുണ്ടാക്കുകയോ ചെയ്യരുത് എന്ന ചിന്തയോടുകൂടി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കണം. നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പം ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നമ്മളെ പ്രിയപ്പെടുത്തുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുക്കപ്പെട്ടിട്ടുള്ള ആ മഹത്തായ റബ്ബിന്റെ സ്വർഗമെന്ന ഫിർദൗസ് എന്ന ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മളെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. അങ്ങനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റബ്ബിന്റെ മാർഗത്തിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് നാഥ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി
ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, മരിച്ചുപോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പ്രിയപ്പെട്ട നേതാക്കൾ, ഇസ്ലാഹി പണ്ഡിതന്മാർ, ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. സാമ്പത്തികമായി കടബാധ്യതയിൽപ്പെട്ടവരും പല പ്രയാസം കൊണ്ട് ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടുന്നവരും നാദാ, എളുപ്പം എല്ലാ ബാധ്യതകളും ഹലാലായ നിലക്ക് പൂർത്തീകരിച്ച് നല്ല മഈശത്തോടുകൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, പരസ്പരം സ്നേഹിച്ചും ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തും നീ ഇഷ്ടപ്പെടുന്ന ഒരു മുത്തക്കിയായി കുടുംബമായി ജീവിക്കാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിന് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. റബ്ബേ, സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന നിന്റെ അരികിലേക്ക് ഏറ്റവും നല്ല സാമീപ്യം ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളെ, ആ മക്കളുടെ മാതാപിതാക്കളാവാനും നല്ല മക്കളായി ആ മക്കളെ നീ ഞങ്ങൾക്ക് കാണിച്ച് ഞങ്ങളോട് അനുഗ്രഹം കാണിക്കണമേ. നാദാ, സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഏറെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, ഗസയിലടക്കം അങ്ങേയറ്റം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഏറ്റവും വലിയ വിജയത്തിലേക്ക്, ഏറ്റവും വലിയ സമാധാനത്തിലേക്ക് നീ എളുപ്പം സഹായം നൽകി അവരോടും ഞങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബേ, നിന്റെ ദീനി ദഅവത്ത് രംഗത്ത് മരണം വരെ ഏതെല്ലാം നിലക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ അതിനുള്ള ഊർജവും അതിനുള്ള ആരോഗ്യവും അതിനുള്ള സാമ്പത്തികതയും നൽകി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിലും പ്രവർത്തന രംഗത്തും ഈമാനിന്റെ ചൈതന്യം കൊണ്ട് ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക.